ഇങ്ങനൊരു സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. ട്രെക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര സുഖകരമല്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിപ്പെടുന്നതാണ് ഇരിക്കുന്നത്. നിങ്ങളോട് ഒരു കൂട്ടുകാരൻ പറയുന്നത്, നിങ്ങൾക്കും ട്രെക്കിങ്ങിന് പോയി അത്യാവശ്യം പരിചയമുണ്ട്, പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെക്കാൾ കൂടുതൽ പരിചയമുണ്ട്. അപ്പോൾ ഒരു സാഹചര്യം വരുന്നു, ഇതുപോലത്തെ ഒരു സ്ഥലത്തെത്തുന്നു. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മല കടന്ന് അടുത്തൊരു മലയിലൂടെ പോകണം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു വഴിയേ ഉള്ളൂ. ഇതാണെങ്കിൽ മഞ്ഞ് മൂടിക്കിടക്കുകയും ചെയ്യുകയാണ്. പല കൂട്ടുകാരൻ പറയണം, നീ എന്നെ വിശ്വസിച്ചു നമുക്കത് പോവാം, കയറി ചളിയിൽ പോകും. ഇതാണ് പലരും ഇന്ന് യഥാർത്ഥ വിശ്വാസം എന്നതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യം ഒന്ന് മാറ്റി ചിന്തിക്കുക. നിങ്ങളുടെ മാപ്പ് എടുത്ത് നോക്കുന്നു, ഇത് തന്നെയാണോ വഴി? ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഒത്തു നോക്കുമ്പോൾ ശരിയാണ്, ഇത് തന്നെയാണ് നമ്മൾ പോകേണ്ടുന്ന വഴി. പിന്നെ ഒരു കാര്യം നോക്കുന്നു, ഈ പാലത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ പറ്റുന്ന കാര്യം എന്താണ്? ആ കയറൊക്കെ പിടിച്ചു നോക്കുന്നു, നല്ല ഉറപ്പുണ്ട്. ആ പടിയിലേക്ക് ഒന്ന് കാല് വെച്ച് അനക്കി നോക്കുന്നു, കുഴപ്പമില്ല, നല്ല ഉറപ്പുണ്ട്. പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മളെ പാലം കിടക്കുകയാണ്. സോരങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഇതിലേതാണ് യഥാർത്ഥ വിശ്വാസം? നമ്മൾ കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട അവരുടെ ഉത്തരവ് ബൈബിൾ തന്നെയുണ്ട്. നമുക്ക് ആദ്യമായി എബ്രായർ 11:1 വാക്യം വായിക്കാം. സോരങ്ങൾക്ക് ഇതോടൊപ്പം വാക്കിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എബ്രായർ 11:1. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന ഉറച്ച ബോധ്യവും കണ്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ശക്തമായ തെളിവിനധിഷ്ഠിതമായ നിശ്ചയവുമാണ്. നമ്മൾ ഈ കണ്ട ഉദാഹരണത്തിൽ പറയുന്നത് പോലെ എന്താണ് പ്രത്യാശിക്കുന്ന കാര്യം? ആ പാലം അങ്ങറ്റം വരെ ഉണ്ട്, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ മല വരെ കണക്ട് ചെയ്ത പാലം അവിടെ ഉണ്ട് എന്ന വിശ്വാസം. ഇനി കണ്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യം, ഇതിന്റെ അപ്പുറത്ത് ഇങ്ങനൊരു മലയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാപ്പ് നോക്കിയിട്ട് ഈ പാലം അതിന്റെ അവസാനം വരെ ഉണ്ട് എന്ന വിശ്വാസം. അതെങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ചത്? ഒന്ന്, നമ്മൾ ആ മാപ്പ് നോക്കി. രണ്ട്, നമ്മൾ ആ പാലത്തെ പരിശോധിച്ച് നോക്കി. തെളിവധിഷ്ഠിതമാണ്. ഇതായിരിക്കണം യഥാർത്ഥ വിശ്വാസം. ശരി, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം നമുക്ക് ഇതുപോലെ എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പോലെയുള്ള പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഭാവി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന യഥാർത്ഥ വിശ്വാസം. ഇനി യഹോവയെ പോലെയുള്ള കണ്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കുന്നത്. യഹോവയെ മനുഷ്യരെന്നതിൽ നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല, കണ്ടിട്ടുള്ളവരാരും ജീവിച്ചിരുന്നിട്ടുമില്ല. മനുഷ്യരായ ഭൂമിയിലുണ്ടായിരുന്ന യേശു മാത്രമേ യഹോവ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ യഹോവ ഉണ്ടോ? ഉണ്ട് എന്ന യഥാർത്ഥ വിശ്വാസം നമുക്ക് തെളിവധിഷ്ഠിതമായിരിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസത്തെ കുറിക്കുന്നത്. ഇനി യഥാർത്ഥ വിശ്വാസത്തിന്റെയും വെറും വിശ്വാസത്തിന്റെയും മറ്റൊരു പ്രത്യേകത എന്നത് ഇത് പ്രവൃത്തിയെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ കണ്ട ആ പാലത്തിലുള്ളതുപോലെ നമ്മൾ മാപ്പ് നോക്കുന്നു, പാലത്തിലൊക്കെ പിടിച്ചു നോക്കുന്നു, 1-2 സ്റ്റെപ്പ് വെച്ച് നോക്കുന്നു. എന്നിട്ട് ആ പാലം വഴി കടന്നു പോയില്ലെങ്കിലോ അതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ? യഥാർത്ഥ വിശ്വാസം കൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് എടുത്ത് വെച്ച് അത് കടന്നു പോകുന്നത് പോലെ യഹോവയിലും യഹോവയുടെ വാഗ്ദാനങ്ങളിലും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് മാത്രമല്ല, അതിൽ ചേർച്ച് നമ്മുടെ പ്രവർത്തികൾ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. ശരി, ഇങ്ങനൊരു വിശ്വാസം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരവും ബൈബിളിൽ തന്നെയുണ്ട്. നമുക്ക് ബൈബിളിലെ എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. സൗരങ്ങളെ എന്നോടൊപ്പം പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എബ്രായർ 11:6 വാക്യം. എബ്രായർ 11:6. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ വിശ്വസിക്കേണ്ടതിന്റെ കാരണം എന്താണ്? ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ശക്തമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരി, അതിന് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ വരുമ്പോൾ പ്രസക്തി എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ: ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും ദൈവത്തിന്റെ സ്നേഹിതരാകുന്നതിനും നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഇത് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബാധകമാക്കാൻ കഴിയുന്നത്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുവരാൻ കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം, പർവ്വത സമാനമായ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ
യഹോവയുടെ സേവനത്തിൽ നമ്മുടെ പുരോഗതി വരുത്തുന്നതിനും നമ്മൾ യഹോവയുടെ സേവനത്തിൽ തുടരുന്നതിനും കാരണം എതിർക്കാവുന്ന പല കാരണങ്ങൾ നമുക്ക് ഇന്നത്തെ ലോകത്ത് വന്നേക്കാം. ഇത് മറികടക്കണമെങ്കിൽ നമുക്ക് യഹോവയിലും യഹോവയുടെ വാഗ്ദാനങ്ങളുടെ ശക്തമായ വിശ്വാസം ആവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. നമുക്ക് യഹോവ പ്രാർത്ഥിക്കാനുള്ള ഒരു വരം തന്നിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സർവ്വപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ യഹോവയുമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ടായിരിക്കേണ്ട അവസരം നമുക്ക് യഹോവയുടെ ആരാധകർ എന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രയോജനം കിട്ടണമെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന യഹോവ കേൾക്കണമെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നത് നമുക്ക് അറിയണമെങ്കിലും നമുക്ക് യഹോവയും യഹോവയുടെ വാഗ്ദാനങ്ങളും അടിയുറച്ച തെളിവ് വിശദമായ വിശ്വാസം ആവശ്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം, യോഹന്നാൻ 3:16 പറയുന്നത് പോലെ ഏകസത്യ ദൈവമായ മകനെ തന്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ നേടേണ്ടത് എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ആരാധകർ എന്ന രീതിയിൽ നമുക്കിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഈ ഭൂമിയിൽ തന്നെയുള്ള നിത്യജീവൻ. ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വിശ്വാസം പ്രധാനമാണ്. ഈ വിശ്വാസം എന്ന് കുറെ നേരം നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സേവനത്തിൽ കുറെ കാലമായി, ഞാൻ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഒന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതിനെന്തെങ്കിലും പരിഹാരമുണ്ട്? നമ്മൾ ഈ കാര്യം എപ്പോഴും മനസ്സിൽ പിടിക്കണം. ഈ വിശ്വാസം പണിത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കെട്ടിടം വയ്ക്കുന്നതായിട്ട് നമുക്ക് താല്പര്യപ്പെടുത്താം. നമുക്കൊരു പിക്ചർ കാണാം. ഒരു കെട്ടിടം, പ്രത്യേകിച്ച് ഇഷ്ടിക പോലൊരു സാധനങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടിടം പല പല പടികളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയല്ല, പതുക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. ഇത് തുടങ്ങുമ്പോൾ വളരെ ചെറുതായിട്ടായിരിക്കും തുടങ്ങുന്നത്, പിന്നെ പതുക്കെ അതിന് രൂപം വരും, പിന്നെ അതിന്റെ അവസാന ഘട്ടത്തിൽ തകർക്കാൻ കഴിയാത്ത വളരെ വലിയ കോട്ട സമാനമായ ഒരു സ്ട്രക്ചറായിട്ട് നമുക്കത് കിട്ടും. പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണ്? ഓരോ കട്ട പറക്കി വെച്ച് ഓരോ ഇഷ്ടിക വെച്ച് പതിയെ ഉയർത്തി ഉറപ്പിച്ച് കൊണ്ടുവന്നൊരു വിശ്വാസമാണ്. ഇതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യം. നമ്മൾ യഹോവയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ ഒരു വിശ്വസ്ത സേവകനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സേവനത്തിലൂടെ നമ്മൾ പതിയെ പണിതുയർത്തി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് വിശ്വാസം. അതെങ്ങനെയാണ്? തെളിവുകൾ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ പണിതുയർത്തുന്നത്. ഈ തെളിവുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേറെ എവിടെയും പോകണ്ട, നമുക്ക് യഹോവയെ കുറിച്ച് പഠിച്ചാൽ മതി. യഹോവയെ കുറിച്ച് എങ്ങനെ പഠിക്കാൻ കഴിയും? എപ്പോഴും ഉള്ളത് നമുക്കൊന്ന് പ്രകൃതിയിൽ നോക്കാം, 2 യഹോവയുടെ പുസ്തകമായ ബൈബിളിൽ നോക്കാം. നമുക്കത് പ്രകൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രകൃതിയെ നിരീക്ഷിക്കുകയും അവയിലുള്ള തെളിവുകളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യഹോവയുടെ വിശ്വാസവും നമ്മൾ നേരത്തെ കണ്ട കെട്ടിടം വളർത്തി കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെയാണ്? നമുക്കിപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭൂമിയെ കുറിച്ച് ചിന്തിക്കാം. ഭൂമി സൂര്യൻ എന്നൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ്. പക്ഷെ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളിവിടെ ഇരിക്കുന്നതല്ലാതെ അതെന്നായിക്കോട്ടെ, നമ്മളിവിടെ എങ്ങനെ ഇരിക്കുന്നത്? നമ്മളിവിടെ ഇരിക്കാൻ കാരണം സൂര്യൻ എന്നൊരു നക്ഷത്രത്തിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. തീരെ അടുത്ത് പോയാൽ ജീവൻ നിലനിൽക്കില്ല. നമ്മുടെ ജീവൻ ആവശ്യമായിരിക്കുന്ന വെള്ളം, വായു പോലുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ആവിയെടുക്കും. കുറച്ച് ദൂരം നീങ്ങിയിരുന്നാലും ഇതെല്ലാം തണുത്തുറങ്ങിപ്പോകും. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തീ കായുന്നത് പോലെയാണ്. തണുപ്പുള്ള ദിവസം കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമ്മൾ ഒരു 1 കിലോമീറ്റർ മാറി നിന്നാലോ ഈ തീ കത്തുന്നത് നമുക്ക് നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവണമെങ്കിലോ കൃത്യമായിട്ടുള്ള അകലത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് പോയി നിന്നാലും കൈ പൊളിക്കും. അതുപോലെ തന്നെയാണ് യഹോവ ഇന്ന് സൂര്യനിൽ നിന്ന് ഭൂമിയെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിന്ന് സുഖകരമായ രീതിയിൽ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നു, നമ്മുടെ മറ്റ് കാര്യങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു. നമ്മൾ തണുത്തുറഞ്ഞു പോകുന്നുമില്ല, ചൂടായി കത്തിപ്പോകുന്നുമില്ല. ഇനി അത് മാത്രമല്ല, ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാവിധ സുരക്ഷകളും യഹോവ ഉറപ്പുവരുത്തിയിരിക്കുന്നു. അത് ഏറ്റവും വലിയ തെളിവാണ് ഈ ഓസോൺ പാളി. സൂര്യൻ നമ്മൾ കാണുന്നത് പോലെയല്ല. സൂര്യനിൽ നിന്ന് പല തരം രശ്മികൾ വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നത് വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിന് മുകളിലോട്ടുമുണ്ട്, താഴോട്ടുമുണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അൾട്രാവയലറ്റ് എന്ന് പറഞ്ഞൊരു രശ്മിയുണ്ട്. നമ്മളിന്ന് വാങ്ങുന്ന വാട്ടർ പ്യൂരിഫയറുകളിലും ചില ടൈപ്പ് AC-കളിലൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ 15 അല്ലെങ്കിൽ 20 വാട്ട് മാത്രം പവറുള്ള ഒരു ബൾബിന് ഇതിലൂടെ കടന്നു പോകുന്ന ഏതൊരു സെല്ലിനെയും, കോശത്തെയോ വൈറസിനെയോ കൃമിയെയോ ഉടനെ തന്നെ നശിപ്പിച്ചു കളയാനുള്ള കഴിവുണ്ട്.
15 മുതൽ 20 വാട്ട് വരെ മാത്രം പവറുള്ള ഒരു ബൾബിന് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത്രയും ഊർജ്ജമുള്ള സൂര്യന് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? എന്നാലും നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നു, നമ്മൾ ആരും നശിച്ചു പോകുന്നില്ല. അതിന്റെ കാരണമാണ് യഹോവ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓസോൺ പാളി എന്ന് പറയുന്ന സംവിധാനം. മറ്റൊന്നാണ് ജലപരിവൃത്തി. നമുക്കിന്ന് മഴ ലഭിക്കാനും കൃഷി നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ താപനില ക്രമീകരിക്കാനും ഒക്കെ ഈ ജലപരിവൃത്തി കാരണമാകുന്നു. ശരി, നമ്മൾ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു. ഇനി നമ്മുടെ ചുറ്റും നിന്ന് നോക്കിയാൽ ചില ജീവജാലങ്ങളൊക്കെ കാണാം, മൃഗങ്ങളും നമ്മളടക്കമുള്ള മനുഷ്യരും. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. നായയെ കുറിച്ച് ചിന്തിക്കാം. നായയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് റോഡിലൂടെയൊക്കെ പലയിടത്തും കാണുന്ന ഒരു ജീവിയാണ്. ഇതിലൊന്നും അതിശയമൊന്നുമില്ല. പക്ഷെ നായയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, മണം പിടിക്കാനുള്ള കഴിവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചില പോലീസുകാരുടെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നായകൾ ഉപയോഗിക്കും. അതിന്റെ കാരണം എന്താണ്? നായയുടെ മണം പിടിക്കാനുള്ള കഴിവ് തന്നെയാണ്. ഇത് മനുഷ്യർക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ടല്ലോ, ഇതിനെങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? മനുഷ്യരുടെ മണം പിടിക്കാനുള്ള ഗ്രന്ഥിക്ക് ഏതാണ്ട് 5 മുതൽ 10 ചതുരശ്ര സെന്റിമീറ്റർ വരെ മാത്രമേ വലിപ്പമുള്ളൂ. നമ്മുടെ മൂക്കിന് പുറകിലായിട്ടാണ് ഈ ഗ്രന്ഥി ഇരിക്കുന്നത്. പക്ഷെ നായയുടെ ഈ അവയവത്തിന് 150 മുതൽ 170 സെന്റിമീറ്റർ സ്ക്വയർ വരെ വലിപ്പമുണ്ട്. ശരി, ഇതുകൊണ്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1.25 ഗ്രാം പഞ്ചസാര കലർത്തിയപ്പോൾ ഒരു നായ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഈ തെളിവുകൾ കാണുന്നത് ഒരു വ്യക്തമായ, അതും നല്ല കഴിവുള്ള ഡിസൈനറല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നായകളെ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കാനും മയക്കുമരുന്ന് കണ്ടുപിടിക്കാനും അതുപോലെ പല രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം നോക്കാം. ഈച്ചയടിക്കാൻ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഈച്ചയടിക്കാൻ നോക്കിയാൽ അറിയാം അതിന്റെ പാട്, പ്രത്യേകിച്ചും കൈ കൊണ്ടൊക്കെ ഈച്ചയടിക്കാൻ നോക്കിയാൽ. പക്ഷെ ശരിക്കും അതും വളരെ ബുദ്ധിശക്തിയുള്ള ഒരു ഡിസൈനറുടെ നിർമ്മിതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈച്ചയുടെ സൈസ് കണ്ടാൽ തന്നെ അറിയാം, അത് വളരെ ചെറുതാണ്, അതിന്റെ തറച്ചുവരം വളരെ ചെറുതാണ്. പക്ഷെ ഈ ഈച്ചയ്ക്ക് ഒരു സെക്കൻഡ് ഏതാണ്ട് 200 തവണ വരെ ചിറകടിക്കാൻ കഴിയും. ഈ 200 തവണ ചിറകടിക്കുന്നതിനിടയ്ക്ക് നമ്മളെപ്പോലുള്ള ആൾ ഇതിനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് ഏത് സൈഡിൽ നിന്നാണ് അപകടം വരുന്നത്, എങ്ങോട്ട് മാറിയാൽ നമ്മൾ രക്ഷപ്പെടും, എങ്ങോട്ട് മാറിയാൽ അടുത്ത ദിശയിലോട്ട് പോകാം എന്നൊക്കെ ചിന്തിക്കാനും ഈ 200 ചിറകടിയിൽ ഏതാണ്ട് ഒരു ചിറകടി കൊണ്ട് തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈച്ചയ്ക്ക് ഡയറക്ഷൻ മാറ്റാൻ രക്ഷപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. ഇതും കാണിക്കുന്നത് വളരെ ബുദ്ധിശക്തിയുള്ള ഡിസൈനർ ഇതിന് മുമ്പിൽ പുറകിലുണ്ടെന്നല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയിൽ കൂടെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം തെളിവുകൾ കണ്ടെത്താൻ പറ്റും. ഇതുവരെ കേവലം 1-2 തെളിവുകൾ മാത്രമാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു ബുദ്ധിശക്തിയുള്ള സൃഷ്ടാവ് ഉണ്ടെന്നല്ലേ. നമുക്ക് ഈ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പതുക്കെ പണിതുയർത്താം. ശരി, നമ്മൾ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കണ്ടു. ഇന്ന് നമുക്ക് കുറച്ചു നേരം ബൈബിൾ നോക്കാം. ബൈബിളിൽ എങ്ങനെയാണ് യഹോവയെ കുറിച്ച് നമുക്ക് വിശ്വാസം പണിതുയർത്താൻ കഴിയുന്നത്? അതിനുള്ള ഉത്തരവ് നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട്. യെശയ്യായുടെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം സൗരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. യെശയ്യാ 46-ന്റെ 10. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? തുടക്കം മുതലേ ഒടുക്കം എന്തായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തവ പുരാതന കാലം മുതലേ പ്രവചിക്കുന്നു. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് ഞാൻ പറയും. ഇത് യഹോവ പറയുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? നമുക്ക് അതിനുള്ള ഉത്തരം യഹോവ പറഞ്ഞ കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ മതി. നമുക്ക് അതൊരു ബൈബിൾ പ്രവചനത്തിൽ തന്നെ തുടങ്ങാം. ഈ പ്രവചനം പറയുന്നത് യെശയ്യാ 44-ാം അധ്യായം 27 മുതൽ 45-ന്റെ 1 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. അതിൽ 27-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ആഴമുള്ള വെള്ളത്തോട് നീരാവിയായി പോവുക, ഞാൻ എൻ്റെ എല്ലാ നദികളെയും വറ്റിച്ചു കളയുമെന്ന് പറയുന്നു. 45-ന്റെ 1-ാം വാക്യം, ജനതകളെ പോലീസിന് കീഴ്പ്പെടുത്തി കൊടുക്കാനും അവന്റെ മുന്നിൽ കവാടങ്ങൾ തുറന്നിടാനും ഇരട്ടപ്പാടുള്ള വാതിലുകൾ അവന് തുറന്നു കൊടുക്കാനും രാജാക്കന്മാരെ നിരായുധരാക്കാനും യഹോവ എന്ന് ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രസക്തി എന്താണ്? ഇത് BC 8-ാം നൂറ്റാണ്ടിൽ ബാബിലോണിനെ കുറിച്ച് യെശയ്യാ നടത്തിയ ഒരു പ്രവചനമാണ്. ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ, ഇത് പറയുന്ന സമയത്ത് ഈ നഗരം ഒരു മഹാനഗരമായിട്ടൊന്നും വളർന്നിട്ടൊന്നുമില്ല. അതിന് വളരെ കാലം മുമ്പാണ് ഇങ്ങനെ ഒരു പ്രവചനം നടക്കുന്നത്. ശരി, ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായോ? നമ്മൾ കാണുന്നത് പോലെ ബാബിലോൺ വളരെ ഒരു വലിയ മഹാനഗരമായിട്ട് വളർന്നു. യൂഫ്രട്ടീസ് നദികൾ കടന്നും നല്ല ശക്തമായ കോട്ടവാതിലുകൾ കടന്നും മാത്രമേ
ഈ നഗരത്തിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അത് ശക്തിയുള്ളൊരു കോട്ട നഗരമായിരുന്നു. പക്ഷെ യഹോവ നടത്തിയ പ്രവചനം ഇതാണ്: ഈ ആഴമുള്ള ഉറവ പറ്റിക്കും. പിന്നെന്ത് ചെയ്യും? കോരേസ് എന്ന് പറഞ്ഞ ആള് വരും. വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ നഗരത്തെ കീഴടക്കും. കേൾക്കുമ്പോൾ എന്തോ അത്ഭുതം തോന്നില്ലേ? ഇത് എഴുതുന്ന സമയത്ത് ഇവിടെ നഗരമേ ഇല്ല, അതേ തന്നെ ഇങ്ങനെ ഒരു നഗരം പൊങ്ങി വന്നാൽ തന്നെ ഇത് ഇങ്ങനെ കീഴ്പ്പെടുത്തി അകത്ത് പോകും. പക്ഷെ സംഭവിച്ചത് എന്താണ്? ബാബിലോൺ എന്ന നഗരം കീഴടക്കാനായി കോരേസ് എന്ന പേരുള്ള ഒരു പേർഷ്യൻ രാജാവ് വരികയാണ്. എന്ന് പറയുമ്പോൾ യേശുവിടെ പ്രവചനം കഴിഞ്ഞിട്ട് 200 വർഷത്തിന് ശേഷം ഈ രാജാവ് എങ്ങനെയാണ് കീഴടക്കിയത്? നമ്മുടെ പ്രവചനത്തിൽ കേട്ടതുപോലെ തന്നെ അദ്ദേഹം യൂഫ്രട്ടീസ് നദിയുടെ ചതുപ്പിലോട്ട് വഴിതിരിച്ചു വിടുന്നത്. ഏതാണ്ട് മുട്ടളവ് മാത്രം വെള്ളത്തിലൂടെ ഈ രാജാവിന്റെ പടയാളികൾ നഗരത്തിനകത്തോട്ട് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? നഗരത്തിന്റെ ശക്തമായ കോട്ടവാതിലുകൾ ചുമ്മാ അങ്ങ് തുറന്നു കിടക്കുകയാണ്. വലിയ പരിശ്രമമൊന്നും കൂടാതെ ഇവരങ്ങ് അകത്തോട്ട് കയറിപ്പോയി നഗരത്തിൽ പിടിച്ചടക്കി. എന്നിട്ട് എന്തായി? ഇന്ന് ഇറാഖിലെ ബാഗ്ദാദിനടുത്തുള്ള ഈ നഗരം വെറും ഒരു കൈക്കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. യഹോവയുടെ പ്രവചനം നിറവേറിയതിന്റെ ശക്തമായ ഒരു തെളിവല്ലേ ഇത്? പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തെളിവാണ്. അപ്പോ യഹോവ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറിയെങ്കിൽ നമുക്ക് ശക്തമായി തന്നെ വിശ്വസിക്കാം യഹോവ ഭാവിയിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറും. യഹോവ ഭാവിയിലേക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. അത് പറയുന്നത് വെളിപ്പാട് 21-ാം അധ്യായം 4-5 വാക്യങ്ങളിലാണ്. സൗരം എന്നോടൊപ്പം ആ വാക്യം എടുക്കാവും. വെളിപ്പാട് 21-4-5. നമ്മുടെ ശുശ്രൂഷയിലും പലർക്ക് ആശ്വാസം കൊടുക്കാനും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇവരെ മരണം ഉണ്ടായിരിക്കില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല, പഴയതെല്ലാം കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ എല്ലാം പുതിയതാക്കുന്നു എന്ന് പറഞ്ഞു. എഴുതുക, ഈ വാക്കുകൾ സത്യമാണ്, ഇവ വിശ്വസിക്കാം എന്നും ദൈവം പറഞ്ഞു. നമ്മളൊരു പ്രവചനം അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനത്തിന്റെ ആധികാരികത ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? ഈ ഏജൻസി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടന്നിട്ടുണ്ടോ? മഴ വരുമെന്ന് പറഞ്ഞ് നടന്നു. യഹോവ പറഞ്ഞിരിക്കുകയാണ് ഒരു നഗരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ഇത്ര വലുതാകും, ഇന്നയാളെന്ന് തന്നെ പിടിച്ചടക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ കഴിയും. യഹോവ പറഞ്ഞ കാര്യങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാവി യഹോവ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കൂടുതലായി നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? സൗരങ്ങളെ ഇപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ബൈബിൾ സ്വയം ഒന്ന് പരിശോധിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ ബൈബിൾ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായി തെളിവുകൾ കണ്ടെത്താൻ കഴിയും. അതിനെന്താണ് പ്രത്യേകത? നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന തെളിവുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മൾ യഹോവയുടെ സംഘടനയിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് JW.org, ഗവേഷണ സഹായം, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സൗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശരി, നമ്മളിപ്പോ വിശ്വാസമൊക്കെ നേടി. ഇതുകൊണ്ട് പല കാര്യമുണ്ടോ? നമ്മൾ ചുമ്മാ കയ്യിൽ ചുരുട്ടി വെച്ചിരുന്നിട്ട് പല കാര്യമുണ്ടോ? നമ്മളത് കാര്യം ഉണ്ടാകണമെങ്കിൽ നമ്മളത് എടുത്ത് പ്രയോഗിക്കണം. ഉദാഹരണം പറയുന്നത്, ശരീരത്തിന്റെ പേശികൾ പോലെയാണ് നമ്മുടെ വിശ്വാസം. ഇത് ഉപയോഗിക്കുന്നതോറും അതിന്റെ ശക്തി കൂടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് യാക്കോബ് 2-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് 2:26. എടുത്തു പ്രതീക്ഷിക്കുന്നു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്: അങ്ങനെ ശ്വാസമില്ലാത്ത ശരീരം ചത്തതായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ചത്തതാണ്. ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മസിൽ, നമ്മുടെ ശരീരത്തിലൊരു പേശി ഉപയോഗിക്കുന്നെങ്കിൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരും. ഇല്ല എങ്കിലും അത് പതുക്കെ ക്ഷയിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യവും. നമ്മുടെ വിശ്വാസം ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് കൂടുതൽ ക്ഷയിച്ച് അവസാനം ഇല്ലാതായി പോകും. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസം ശക്തമാക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ നമുക്ക് കഴിയാം? പ്രധാനമായിട്ട് 2 വിധങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക എന്നതാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന്, പ്രധാനമായും നമുക്ക് നേരിട്ട് തന്നിരിക്കുന്ന വയസ്സേവനം തന്നെയാണ്. നമ്മുടെ വയലിൽ പോയി ഓരോ വീടുകൾ തോറും കണ്ട് ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന്റെ സന്ദേശമായിരിക്കാമെങ്കിലും നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ ഉറപ്പിക്കുകയാണ്. അവരൊരു സംശയം നമ്മളോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ വീട്ടിൽ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മുടെ വിശ്വാസം ശക്തമാക്കിയതിനു ശേഷം നമ്മൾ അവരുടെ ആശയം പറയാം. ഇനി അതുപോലെ ചിലപ്പോൾ നമ്മളോട് ചില സംശയം ചോദിക്കാം. ചിലരെ വ്യാജമായ ചില വിശ്വാസങ്ങളുടെ കീഴിൽ അടിമപ്പെട്ട് വളരെ കഷ്ടപ്പെടുന്നവരായിരിക്കാം. ഇവർക്കൊക്കെ ആശ്വാസം കൊടുക്കാൻ നമ്മൾ ബൈബിൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം പ്രവൃത്തികളെ കാണിച്ച് ശക്തിപ്പെടുത്താൻ കഴിയുന്നത്? നമുക്ക് അതിനുള്ള ഉത്തരത്തിനായി സുഭാഷിതങ്ങൾ 3:5-6 വായിക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. എടുത്തു പ്രതീക്ഷിക്കുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയം വയ്ക്കരുത്. എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്തുകൊള്ളുക, അപ്പോൾ നിന്റെ വഴികൾ നേരെയായി. ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ദൈവത്തെ ആശ്രയിക്കാനാണ്. എങ്ങനെ ആശ്രയിക്കാനാണ്? പൂർണ്ണ ഹൃദയത്തോടെ. നമുക്ക് ഇന്നെങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത്? ഒന്ന്, യഹോവയിൽ പഠിക്കുക. 2, പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമുക്ക് യഹോവ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് യഹോവയെ അറിയിക്കാം. അറിയിച്ചിട്ട് നമുക്ക് തോന്നിയവർ നടന്നാൽ മതി, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത ശേഷം യഹോവയുടെ തീരുമാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയെ പോകാനാണ്. നമ്മൾ യഹോവയുടെ ചിന്താഗതി എങ്ങനെയാണ്? യഹോവയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ച ശേഷം നമ്മൾ യഹോവയുടെ തീരുമാനത്തിന് വേണ്ടി ആലോചിക്കുക. അതിനുശേഷം നമ്മൾ തീരുമാനമെടുത്തിട്ട് യഹോവയെ എന്റെ തീരുമാനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും യഹോവ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടും യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടും യഹോവ പറഞ്ഞു തരുന്ന വഴിയെ പോയിക്കൊണ്ടും നമുക്ക് നമ്മുടെ വിശ്വാസം പ്രവർത്തികളിലൂടെ കാണിക്കാൻ കഴിയും. ശരി, നമ്മൾ ഇത്ര നേരം എന്തൊക്കെയാണ് കേട്ടത്? നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം. എന്താണ് യഥാർത്ഥ വിശ്വാസം? യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് തെളിവ് അധിഷ്ഠിതമായ വിശ്വാസമാണ്. ഒരു കാര്യം കേട്ട ഉടനെ എടുത്തുചാടി പ്രവർത്തിക്കുന്നതല്ല. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തെളിവുകൾ കണ്ടെത്തി ചിന്തിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം പ്രവർത്തിക്കുന്നത് ഉൾപ്പെടുന്നു. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ബാധകമാക്കാം. യഹോവയെ വിശ്വസിക്കുക, യഹോവയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? തെളിവുകൾ കണ്ടെത്തി അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കി നമുക്ക് യഹോവയുടെ വിശ്വാസം പടുത്തു വരുത്താൻ കഴിയും. നമുക്കിന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്നേഹിതരാകാനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും നമുക്ക് അങ്ങനത്തെ ഒരു അടിയുറച്ച വിശ്വാസം ആവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെ ആ വിശ്വാസം പതുക്കെ പതുക്കെ പടർന്നു കൊണ്ടുവരാൻ കഴിയും? അതിന് നമ്മുടെ ഭാഗത്ത് ശ്രമം ആവശ്യമാണ്. നമ്മൾ തെളിവുകൾ കണ്ടെത്താൻ കഴിയും. തെളിവുകൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും? 1, പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. 2, ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ്? യഹോവയുടെ സൃഷ്ടികളെ നിരീക്ഷിക്കുക, അവയിൽ നിന്ന് ഒരു ബുദ്ധിമാനായ സൃഷ്ടാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു കരത്തിലുള്ള പിതാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുക. ബൈബിളിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പ്രവചനങ്ങൾ നിരീക്ഷിക്കുക. പല പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ നിറവേറി കഴിഞ്ഞു. അതിന്റെ കൃത്യത നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ശക്തനായ ഒരു സൃഷ്ടാവിന്റെ, അതുപോലെ തന്നെ ഒരു പ്രബോധകന്റെ, ഇങ്ങനെ ഇത്ര കാലം യഹോവ തന്റെ ദാസനെ വഴിനയിച്ചു, അവർക്ക് വേണ്ടി എങ്ങനെ കരുതി, പിന്നെ യഹോവ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൃത്യത ഉറപ്പാക്കുമ്പോൾ നമുക്ക് ശക്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും. ഈ വിശ്വാസം നമ്മൾ ചുമ്മാ വെച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ പ്രവൃത്തിയിൽ ബാധകമാക്കണം. എങ്ങനെയൊക്കെ ബാധകമാക്കാൻ കഴിയും? നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പടിയിലും അനുഗ്രഹത്തിന് വേണ്ടി യഹോവയോട് ആശ്രയിക്കാൻ കഴിയും. ശരി, നമ്മളിപ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ ശ്രദ്ധിച്ചു. നമ്മുടെ വിശ്വാസത്തെ പടുത്തു നിർത്തുന്നതിനെ കുറിച്ച് നല്ല പ്രോത്സാഹനം കിട്ടി. പക്ഷെ നമുക്ക് ഇന്ന് ഈ ഒരു നാളില് അതിന്റെ പ്രാധാന്യം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനമാണ്. നമുക്കിപ്പോൾ ഒരു ചെടി കാണാം. 2 ചെടികൾ, 2 ഒരേ ചെടികളാണ്. പക്ഷെ അത് 2 നിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ചെടി അത്യാവശ്യം ഒരു പറമ്പിലാണ് നിൽക്കുന്നത്. അതിന് വെള്ളത്തെക്കുറിച്ച് ആലോചിക്കേണ്ട, വളത്തെക്കുറിച്ച് ആലോചിക്കേണ്ട, മഴയെക്കുറിച്ച് ആലോചിക്കേണ്ട, വെയിലിനെ കുറിച്ച് ആലോചിക്കേണ്ട, ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട. അതിനാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ 2ാമത്തെ ചെടിയോ, അതൊരു അടച്ച മുറിക്കകത്ത് ഒരു ട്രെയിലാണ് നട്ടിരിക്കുന്നത്. ഈ ചെടിയുടെ നിലനിൽക്കണമെങ്കിൽ ഇതിനെ പരിപാലിക്കുന്ന വ്യക്തി കൃത്യമായിട്ട് അതിന് വെളിച്ചം കൊടുക്കണം, വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, മണ്ണ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് വെട്ടി ഒതുക്കുകയും ചെയ്യണം. ഇതെങ്ങനെയാണ് നമ്മുടെ രീതിയിൽ ബാധകമാകുന്നത്? നമ്മൾ ആ ട്രെയിൽ നിൽക്കുന്ന ചെടിയെ പോലെയാണ്. നമ്മുടെ ചുറ്റുമുള്ളത് സാത്താന്റെ ലോകമാണ്. യഹോവയുടെ ലോകമായിരുന്നു നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പുതിയ ലോകത്തായിരുന്നുവെങ്കിൽ ആ പറമ്പിൽ നിൽക്കുന്ന ചെടി പോലെയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും യഹോവയുടെ പരിജ്ഞാനമായിരിക്കും. നമുക്ക് വേറെ ഒന്നിനും കുറവുണ്ടായില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ട്രെയിലുള്ള ചെടിയെ പോലെയാണ്.
നമ്മൾ ഇന്ന് നമ്മുടെ വിശ്വാസം പരിപോഷിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശക്തമാകണമെങ്കിൽ, അല്ലെങ്കിൽ നശിച്ചു പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പരിപാലിക്കുന്നു എന്നനുസരിച്ചിരിക്കും. പറയുന്ന ആശയം ഇതാണ്: ഒരേ നിലയിൽ ഈ ചെടിക്ക് തുടരാൻ കഴിയില്ല. ഈ ചെടിയെ പരിപാലിച്ചില്ലെങ്കിൽ അത് പട്ടുപോകും, പരിപാലിച്ചാൽ അത് താഴ്ച വളരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തെ പണിതുയർത്തി പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കോട്ടയെ പോലെ അത് വളരെ ശക്തമാകും. നമ്മൾ പരിപാലിക്കുന്നില്ലെങ്കിലോ ഈ ചെടി പെട്ടെന്ന് തന്നെ പട്ടുപോകുന്നത് പോലെ നമ്മുടെ വിശ്വാസം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഇത് ഒരേ രീതിയിൽ ഒരിക്കലും തുടരില്ല. അപ്പൊ നമുക്കിതെന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ രീതിയിൽ പ്രവർത്തിക്കുക. നമ്മുടെ വിശ്വാസം വളർത്തി തരണമേ, നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് എല്ലാവർക്കും യഹോവയോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് തെളിവുകൾ കണ്ടെത്തി നമ്മുടെ വിശ്വാസം പടുത്തുയർത്താൻ വേണ്ടി വേണ്ട പടികൾ ചെയ്യാം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യഹോവ നമുക്ക് വേണ്ടി കരുതുന്നു. നമുക്ക് അവസാനമായി റോമർ 1:17 വാക്യം വായിക്കാം. റോമർ 1:17. കിട്ടിയത് പ്രതീക്ഷിക്കുന്നു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കാരണം അതുവഴി ദൈവത്തിന്റെ നീതി വിശ്വാസത്തിന് വേണ്ടി വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ആശയം എന്താണ്? നമ്മൾ യഹോവയിൽ തുടരാൻ വേണ്ടി കാണിക്കുന്ന നമ്മുടെ ഓരോ ശ്രമത്തെയും, നമ്മുടെ ഓരോ പ്രയത്നത്തെയും യഹോവ കാണുന്നു, യഹോവ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായി യഹോവയിൽ ആശ്രയിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? യഹോവ നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസം പടിയായി പടുത്തുയർത്തുകയും ദൈവത്തിന്റെ വാഗ്ദാനത്തിലും അടിയുറച്ച വിശ്വാസം പടുത്തുയർത്തുകയും ഈ ലോകത്തിൽ ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിച്ച് കാണിച്ച് സാത്താന്റെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുകയും